ചില ആളുകൾക്ക് അള്ളാഹു താല വലിയ നിഅ്മത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. എന്നാലും വീട്ടിലെ ഭക്ഷണം വളരെ മോശമായിരിക്കും. തരം താഴ്ന്ന അരി, അതിലേക്ക് തരം താഴ്ന്ന കൂട്ടാൻ, നല്ല മത്സ്യമോ മാംസമോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തീറ്റയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത ആളുകൾ. വസ്ത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്നോ കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയ വസ്ത്രമായിരിക്കും അടുത്ത പെരുന്നാൾ വരെ ഇടും. എത്ര പഴകിയാലും അത് മാറ്റൂല. അത് കരിമ്പനടിച്ച് കോളറ് കീറി, അത് കര കീറി, തുണീൻ്റെ കര കീറി, അങ്ങനെ ഒരു പഴകിയ വസ്ത്രം ധരിച്ച് നടക്കുക. ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയണമെങ്കിൽ അതിങ്ങനെ തുന്നിച്ച് ഒപ്പിച്ച് കൊണ്ട് നടക്കുക. അതുപോലെ സ്വന്തമായി വാഹനം വാങ്ങാനുള്ള പണം അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ലൈൻ ബസ്സിന് കൈ കാണിച്ച് അതിൽ തിക്കും തിരക്കും കൂടി 10 റുപ്യക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ വീടെടുക്കുകയാണെങ്കിലോ ഒരു സൗകര്യമില്ലാത്ത ഒരു വീടെടുക്കും. എന്നാൽ അങ്ങനെയുള്ള ജീവിതമല്ല അള്ളാഹു തആലക്ക് ഇഷ്ടം. അള്ളാഹു തആല ഒരടിമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ അനുഭവിച്ച് കാണുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിരുന്നു. പഴകി ദ്രവിച്ച വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, വേറെ വസ്ത്രമൊന്നുമില്ലേ, ഒന്നുമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല നബിയേ, ഉണ്ട്, വസ്ത്രങ്ങളൊക്കെ ഇനിയുണ്ട്. എന്നാലേ നീ നല്ല നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. നിനക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന സമ്പത്തിൽ നിന്ന് അമിതമാക്കാതെ അഹങ്കാരം കാണിക്കാതെ നീ ധർമ്മം ചെയ്യണം. അള്ളാഹു അവൻ്റെ അടിമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ അനുഭവിച്ച് കാണുന്നതാണ് അള്ളാഹുവിനിഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഇത് നിവേദനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ പ്രബലമായ ഒരു ഹദീസാണിത്, അർത്ഥവത്തായ ഹദീസാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്കറിയാം, ഏറ്റവും പഴകിയ ഈ കറയൊക്കെ പിടിച്ച ഫൈബറിൻ്റെ പാത്രത്തിലാണ് നമ്മുടെ ഭാര്യമാർ നമുക്ക് ഭക്ഷണം തരിക. നല്ല ചില്ലിൻ്റെ നല്ല പാത്രങ്ങൾ ഉണ്ടാകും. അത് വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെക്കും. നമുക്ക് ഏറ്റവും പഴയ ഞെളിങ്ങിയ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കറ പിടിച്ച ഫൈബർ പാത്രത്തിലൊക്കെയാണ് നമുക്ക് ഭക്ഷണം തരിക. നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും നല്ലൊരു മാംസവും മീനും ഒന്നും വാങ്ങാതെ ഏതെങ്കിലും ഉണക്കൽ മീൻ കൊണ്ടോ അല്ലെങ്കിൽ ചമ്മന്തി കൊണ്ടോ ഒപ്പിച്ചൊരു ജീവിതം ആർക്കു വേണ്ടിയാണ് സുഹൃത്തെ ഇതൊക്കെ പിശുക്കി എടുത്തു വെക്കുന്നത്? ഉള്ള സമയത്ത് നല്ല നിലവാരമുള്ള മികച്ച ഭക്ഷണം കഴിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ ആളുകൾക്കിടയിൽ ഇറങ്ങിയും നല്ല ഒരു വാഹനം സ്വന്തമായി തന്നെ വാങ്ങി ആ വാഹനത്തിൽ അന്തസ്സോടെ യാത്ര ചെയ്യാനുള്ള കഴിവ് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സമ്പാദിച്ച് സ്വന്തമായൊരു വാഹനത്തെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ അല്ലാഹു തആല തന്നതിൽ നിന്ന് അകമഴിഞ്ഞ് നല്ല ദാനധർമ്മങ്ങൾ ചെയ്ത് പരലോകത്തേക്കുള്ള പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ ഉള്ള ഒരു ത്വര, ഒരു ശ്രമം കാണിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കുക. നല്ല സൗകര്യമുള്ള വീട് വേണം. വീട് ഇടുങ്ങിയതാണെങ്കിൽ ആ വീട്ടുടമസ്ഥൻ്റെ മനസ്സും ഇടുങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് വിശാലമാവണമെങ്കിൽ വീടും വിശാലമാക്കണം. അതിനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നാം വീട് ചെറുതാക്കുന്നത്? എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു വീടാവണം. അന്ന്
ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വീടായിരുന്നു വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്ലാനുള്ള വീട്. എന്താണ്? അക്കാലത്തെ ബീവിയുടെ വീട്ടിലൊരു ഡൈനിങ് ഹാളുണ്ട്. ആ ഖദീജ ബീവിയുടെ വീട്ടിലൊരു അടുക്കള, ഒരു വർക്ക് ഏരിയ, ബെഡ്റൂമുകൾ, സിറ്റ് ഔട്ട്. ഇന്നത്തെ ആ സൗകര്യങ്ങളൊക്കെ ആ കാലത്ത് ഖദീജ ബീവിൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഉത്തമമായ പ്ലാൻ വീടിനെടുക്കുകയാണെങ്കിൽ അക്കാലത്ത് ഖദീജ ബീവിൻ്റെതായിരുന്നു. അങ്ങനെ സൗകര്യപ്രദമായ വിശാലമായ നല്ലൊരു വീട് ഉണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ പിശുക്ക് കാണിക്കണ്ട, അതെടുത്തോളൂ, അനുഭവിച്ചോളൂ. അധികം റൂമുകൾ ഉണ്ടാക്കുകയോ അമിതമായ വലുപ്പത്തിലാക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. കാരണം വീട്ടിലെ അംഗങ്ങൾക്ക് പുറമെ, ആവശ്യക്കാർക്ക് പുറമെ എക്സ്ട്രാ ഒരു റൂം ഉണ്ടെങ്കിൽ അത് അതിഥിക്ക് വേണ്ടിയുള്ളതാണ്. അതിഥിക്കുള്ളൊരു റൂമും കഴിച്ചാൽ ബാക്കിയൊക്കെ പിശാചിനുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം എല്ലാ വിധത്തിലും അർത്ഥവത്തായ ജീവിതമാക്കണം. അതിന് എന്തൊക്കെ നിഅമത്ത് അല്ലാഹ് നമുക്ക് ചെയ്തു തന്നോ അത് മുഴുവനും നാം സ്വന്തമായി അനുഭവിക്കുകയും ഭാര്യ മക്കൾക്ക് അതിൻ്റെ സുഖം കൊടുക്കുകയും ചെയ്യണം. അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കാണാനാണ് അള്ളാഹുവിന് ഇഷ്ടം. എല്ലാ നിരക്കുള്ള നിയമത്തും ചെയ്തു തന്നിട്ട് വള്ളി പൊട്ടിയ ഒരു ചെരുപ്പും കര കീറിയ ഒരു തുണിയും കോളർ കീറിയ ഒരു കുപ്പായവും ഇങ്ങനെ ഇടുങ്ങിയൊരു വീടും ഏതെങ്കിലും ലൈൻ ബസ്സിന് കൈ കാണിച്ചിട്ട് പാവപ്പെട്ടവർ കയറുന്ന ബസ്സിന് കുത്തിത്തിരുകി കയറാൻ നോക്കുന്നതും അങ്ങനെ ഇടുങ്ങിയൊരു ജീവിതം ഇവിടെ നടത്തിയിട്ട് മരിച്ചു പോകുന്നതിൽ ഒരർത്ഥവുമില്ല. അതിനാൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിച്ച് കാണുന്നതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. അതിനാൽ നമ്മളെല്ലാവരും ആ കാര്യത്തിലൊരു ശ്രദ്ധയുണ്ടാകണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു.